തൃശൂർ രാമനിലയത്തിൽ പ്രവേശിക്കുകയും കേന്ദ്രമന്ത്രിയെ കാറിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞുവെച്ചുവെന്നുമാണ് മാധ്യമപ്രവർത്തകർക്കെതിരായുള്ള എഫ്ഐആർ. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി തള്ളിമാറ്റി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു. ഭാരതീയ ന്യായ സംഹിത 329(3), 126(2), 132 എന്നീ വകുപ്പുകൾ പ്രകാരം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. 3 ചാനലുകളിലെ റിപ്പോർട്ടർമാരും ക്യാമറാമാൻമാരും കണ്ടാലറിയാവുന്ന മറ്റു മാധ്യമപ്രവർത്തകരും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അതേസമയം ഭയം കൊണ്ടാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്നാണ് മുൻ MP TN പ്രതാപന്റെ നിലപാട്. ഏതെങ്കിലും ചലച്ചിത്ര താരങ്ങൾ തങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ടോ എന്നുള്ള കുറ്റബോധം സുരേഷ് ഗോപിയെ വേട്ടയാടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനിടെ കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചുവെന്ന് കാട്ടി മുൻ MLA അനിൽ അക്കരെ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. പരാതിയിൽ വിശദമായ മൊഴിയും രേഖപ്പെടുത്തി. നിയമോപദേശം തേടിയ ശേഷമായിരിക്കും കേസെടുക്കുക. അമ്മ സംഘടനയ്ക്കെതിരെ ഉയർന്നുവന്ന ആരോപണങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷ് MLA ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉയർന്നുവന്ന പീഡന പരാതികൾ സംബന്ധിച്ചും ചോദിച്ചപ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകരോട് സുരേഷ് ഗോപി മോശമായി പെരുമാറിയത്. എന്റെ വഴി എന്റെ അവകാശമാണ്. പ്ലീസ് മിനിസ്റ്റർ, ജനങ്ങൾക്ക് അറിയേണ്ട ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.